നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കായി വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സൗജന്യ ദശദിന ക്യാമ്പ് ചങ്ങാത്തകളരി സമാപിച്ചു. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെർപ്പ് മേഖലയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് KS ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ കഞ്ചാവുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തു. ചാഴൂർ സ്വദേശി തെക്കേ മഠത്തിൽ വീട്ടിൽ 24 വയസ്സുള്ള സേവ കൃഷ്ണനെയാണ് ചെർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കായി വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സൗജന്യ ദശദിന ക്യാമ്പ് ചങ്ങാത്തകളരി സമാപിച്ചു. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ 4 വർഷകാലമായി MLA സ്ഥാനമായി വഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു. എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ള വലിയ പ്രതീക്ഷകളാണ് അന്ന് അർപ്പിതമായിരുന്നത്. പക്ഷെ പല മേഖലയിലും നമുക്ക് വളരെയേറെ മെച്ചപ്പെട്ട, ആരെത്ര നിഷേധിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും മെച്ചപ്പെട്ട ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കടുത്ത ദിവസം എനിക്ക് ഏറ്റവും നല്ല MLA എന്നൊരു അവാർഡ് ലഭിക്കുന്നത്. ഏറ്റവും നല്ല MLA എന്ന അവാർഡ് ഞാൻ ചോദിച്ചു എന്താണെങ്കിൽ തരാൻ കാരണം, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രവർത്തകൻ MLA ഞങ്ങൾ ആലോചിക്കുന്നത് സാമൂഹ്യ പ്രവർത്തനം രംഗത്ത് വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള കാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങനെയാണ് എനിക്കൊരു അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് സാമൂഹ്യ പ്രതിബദ്ധത നമുക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയുക. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളുണ്ട്. അവരെ സന്തോഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എന്തെല്ലാം കടമകളാണ് നമ്മൾ അർപ്പിതമായിട്ടുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ്. ആ അർപ്പിതമായ വിശ്വാസം ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് വളരെയേറെ മാറ്റങ്ങൾ നമ്മുടെ ഈ മണ്ഡലത്തിൽ ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഇവിടെ ഒന്ന് കണ്ടപ്പോഴോ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സ്ഥാപനം നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം. കാരണം ആധുനിക കേരളം ഇങ്ങനെ ഈ ഓട്ടിസം ബാധിച്ചവരും വൈകല്യമുള്ള ആൾക്കാരൊക്കെ നിൽക്കുന്നതും വയസ്സായ വൃദ്ധസാരങ്ങളും ഒക്കെ നിറയെ നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ കേരളം. എന്നിരുന്നാലും ഇത്തരത്തിൽ ഇങ്ങനെയുള്ള അവശതകളുള്ള ആൾക്കാർ, കുട്ടികളൊക്കെ വന്ന് അവർക്ക് എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത്, അവരേത് തരത്തിലുള്ള മൈൻഡാണ് അവർക്ക് ഏതിലാണ് താല്പര്യം കൂടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക, അത് ശീലിപ്പിക്കുക, അങ്ങനെ അവരെ ബുദ്ധിയിൽ നിന്ന് അവരെ പതുക്കെ ഈ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ച് അവരെ ഉന്നതന്മാരും മിടുക്കന്മാരാക്കാനുള്ള പരിശ്രമം, അത് വളരെ ഗംഭീരമായൊരു അവസ്ഥയാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എത്ര അഭിനന്ദനങ്ങൾ കൊടുത്താലും പോകാം. അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി, പന്തളം N സജിത് കുമാർ, AM വക്കച്ചൻ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെർപ്പ് മേഖലയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് KS ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ലഹരിമുക്ത കേരളം കെട്ടിപ്പടുക്കുക എന്ന ആശയം ഊന്നിക്കൊണ്ടായിരുന്നു റാലി സംഘടിപ്പിച്ചത്. ഏരിയ സെക്രട്ടറി ജോസഫ് മെയ് ദിന സന്ദേശം നൽകി. ജില്ലാ കമ്മിറ്റി അംഗം ജയന്തി, യൂണിറ്റ് ഭാരവാഹികളായ സുരേന്ദ്രൻ, രമേശ്, അനിത, സുസ്മിത, രമണി, സ്മിത, സുലജ, ശോഭ സന്തോഷ്, സുമതി, പ്രജിത എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. പെരുമ്പിളിശ്ശേരി സെന്ററിൽ നിന്നും ആരംഭിച്ച റാലിയിൽ നിരവധി അംഗങ്ങൾ, ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു.
ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ കഞ്ചാവുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തു. ചാഴൂർ സ്വദേശി തെക്കേ മഠത്തിൽ വീട്ടിൽ 24 വയസ്സുള്ള സേവ കൃഷ്ണയെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സേവ കൃഷ്ണയ്ക്ക് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും 2 അടിപിടി കേസും കഞ്ചാവ് ബീഡി വലിച്ചതിനുള്ള 2 കേസുകളുമുണ്ട്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് CPO ശരത് ചന്ദ്രൻ, CPO പ്രദീപ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഊരകം CMS LP സ്കൂളിന്റെ നേതൃത്വത്തിൽ 125ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപക ശ്രീമതി ലീമോൾ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മൺമറഞ്ഞുപോയ പൂർവ്വ അധ്യാപകർ, വിദ്യാർത്ഥികൾ, മാർപ്പാപ്പ, കലാകായിക സാഹിത്യ രംഗത്ത് പ്രശസ്തരായവർ എന്നിവർക്ക് അനുശോചനം അർപ്പിച്ചു. പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. OSA പ്രസിഡന്റ് സുരേന്ദ്രൻ പൂത്തേരി, ടീച്ചർമാരായ ജിസ്ന, ടീന, ക്വാഡ്രൻസ് ബ്ലാസ്റ്റ് സംഘാടക സമിതി ചെയർമാൻ സിബിൻ ടി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കൊച്ചിലെ മുതലുള്ള ആഗ്രഹമായിരുന്നു ടീച്ചർമാർക്കുള്ള മറ്റുള്ള കുട്ടികളുടെ ഒരു സ്നേഹവും കാണുമ്പോൾ എവിടെ വെച്ച് കണ്ടാലും അത് കാണുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ടീച്ചറായല്ലോ, ഞാൻ BEd പഠിച്ചിട്ടില്ല, TTC പഠിച്ചിട്ടില്ല, ടീച്ചറാവാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ കമ്പ്യൂട്ടർ ടീച്ചറിന്റെ ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞാൽ ഈ ടീച്ചർ പറഞ്ഞപ്പോ ഞാൻ ഓടി വന്നു. ശമ്പളം നോക്കിയിട്ടല്ലാണ്ടാ, ഈ സാറ് ശമ്പളം എനിക്ക് തന്നോളൂ. പക്ഷെ ആ 5-10 കൊല്ലം വർക്ക് ചെയ്തതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണകാലം. മക്കളൊക്കെ ഇപ്പോഴും എന്നെ കാണുമ്പോൾ ഓടി വരും, ടീച്ചറെ എന്ന് പറഞ്ഞിട്ട്. ഞാൻ കമ്പ്യൂട്ടർ ടീച്ചർ ആയതുകൊണ്ട് അവരെ ടീച്ചറെ വിളിക്കുന്നു. അത് എനിക്ക് ഏറ്റവും എന്റെ മനസ്സിലെ ഏറ്റവും തങ്ങി മരിക്കണ വരെ ഓർമ്മ പോയില്ല എനിക്ക് ഇവിടുത്തെ സ്കൂളിൽ പഠിപ്പിച്ച കാലം. ഞാനിവിടെ 97-ലാണ് ഈ സ്കൂളിലേക്ക് വന്നത്. 2012 വരെ ഉണ്ടായിരുന്നു. ഈ സ്കൂളിലെ ഓർമ്മകളാണ് എനിക്ക് കൂടുതലും ഉള്ളത്. കാരണം എനിക്ക് കൊച്ചു കുട്ടികളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഞാനിവിടുന്ന് പോയത് UP സ്കൂളിലേക്കാണ്. അവിടുന്ന് ആ കുട്ടികളുടെ കിട്ടുന്നതിനേക്കാളും സ്നേഹം എനിക്ക് ഇവിടുത്തെ നമ്മുടെ ഊരകം സ്കൂളിലെ കുട്ടികളിൽ നിന്നാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. നല്ല നല്ല ഓർമ്മകളുണ്ട്. ഇപ്പോഴും പലരെയും നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഞാൻ കാണുന്നുണ്ട്. അവരുടെ ഓരോ വിശേഷങ്ങളും എല്ലാം ഞാൻ അറിയുന്നുണ്ട്. കൈതയ്ക്കാപ്പുഴ കുഞ്ഞക്കൻ രാമകൃഷ്ണ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കൈതയ്ക്കാപ്പുഴ കുഞ്ഞക്കൻ രാമകൃഷ്ണ ജന്മദിന അനുസ്മരണവും സ്കോളർഷിപ്പ്, ചികിത്സ, വിദ്യാഭ്യാസ സഹായ വിതരണവും നടന്നു. ഔട്ട്റീച്ച് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ സുധാ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ബാക്കിയെല്ലാം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താ വെച്ചാൽ ശ്രീനാരായണ ഗുരു പറഞ്ഞത് എല്ലാവർക്കും അറിയാമല്ലോ, വിദ്യ മാത്രമാണ് മനുഷ്യരെ പ്രബുദ്ധരാക്കുന്നൊരു കാര്യം. അപ്പോൾ അത് മാത്രമല്ല, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരനും സുഖത്തിനായി വരയണം. ഈ 2 ആപ്തവാക്യങ്ങൾ ആലോചിച്ചാൽ തന്നെ ഇത്തരം പ്രവൃത്തികൾ പറ്റാവുന്ന രീതിയിൽ തന്നെ എല്ലാവരും ജീവിതകാലത്തിലല്ലേ ചെയ്യാൻ സാധിക്കൂ. അതുപോലെ തന്നെ ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അതേപോലെ തന്നെ ആ പാതയിൽ തന്നെ നീങ്ങണമെന്നാണ് എൻ്റെയും ആഗ്രഹം. ഇനി പോകുമ്പോഴും ഈ അടുത്ത് ഒരു കുടുംബ സംഗമത്തിൽ ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്ന തന്നെ എന്നെ അത്ഭുതപ്പെടുത്തി. കാലത്ത് അങ്ങനെ കാണാറില്ല. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാവരെയും കൂടി കൂട്ടി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചേതോവികാരം ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം പ്രവർത്തനത്തിൽ എല്ലാവരും ഇടപെടുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം, ഇതിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെയായിരിക്കാം. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബെന്നി തെക്കിനിയത്ത് ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ മുടക്കം കൂടാതെ വളരെ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്ന 2 ട്രസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളതിൽ ആ കുട്ടീനെ ഞാൻ അറിയുന്നതാണ്, പിന്നെ സുനിതയുടെ മകനെ ഞാൻ അറിയുന്നതാണ്. അപ്പോൾ സെലക്ട് ആയിട്ടുള്ള അർഹതപ്പെട്ട ആൾക്കാർ തന്നെയാണ് ട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത് തന്നെ, നമ്മുടെ സാവിത്രേച്ചി ഇവരൊക്കെ. എന്തായാലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുകയും അങ്ങനെ ചെയ്യുമ്പം നമ്മൾ മരിച്ചു പോയാലും നമ്മൾ ഓർക്കാനായിട്ട് വീട്ടുകാരുണ്ടാവും, നാട്ടുകാരുണ്ടാവും. അതിനുള്ള ഒറ്റ ഉദാഹരണമാണ് ഈ ഒരു ട്രസ്റ്റിൻ്റെ പ്രവർത്തനം. നമ്മൾ ഒരുപാട് സമ്പാദിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഭൂമിയിൽ തന്നെയാണ് സ്വർഗം നരകമുള്ളത്. ഇവിടെ നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു മനസ്സമാധാനം, ഒരു മനസ്സിനുള്ള സുഖം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പലതും ചെയ്തു കൊടുക്കുമ്പോഴാണ്. അതിന് നമ്മൾ സമയം നോക്കേണ്ട കാര്യമില്ല, കാശ് നോക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല.
കൈതയ്ക്കാപ്പുഴ കുടുംബക്ഷേമ സഭ സെക്രട്ടറി കെ ശുഭൻ ചികിത്സാ വിദ്യാഭ്യാസ സഹായങ്ങളുടെ വിതരണം നിർവഹിച്ചു. തേവർ ജയന്തി റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജയപ്രകാശ് മണക്കുന്നത്ത്, പ്രതാപ് സിംഗ് മണക്കുന്നത്ത്, കെ വേലായുധൻ, KM അക്ഷയ് കുമാർ, രക്ഷാധികാരി രാജി രാമകൃഷ്ണൻ, പ്രോഗ്രാം കൺവീനർ KV സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വൃക്ഷത്തൈ വിതരണവും നടന്നു. INTUC പാർലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് 1 തൊഴിലാളി ദിനം ആചരിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ INTUC പാർലം മണ്ഡലം കമ്മിറ്റി നേതാവ് ശശി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ സെക്രട്ടറി AP രാമകൃഷ്ണൻ, TN മോഹനൻ, CR മണി, MC കുട്ടപ്പൻ, ഗിരിജൻ, സൈമൺ നെല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ പരിശീലനത്തിനായി അവണിശ്ശേരിയിലൊരുക്കിയ ക്രിക്കറ്റ് നെറ്റ്സുകളുടെയും ടെന്നീസ് ബോൾ കോർട്ടിന്റെയും ഉദ്ഘാടനം നടന്നു. അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ക്രിക്കറ്റ് നെറ്റ്സുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആൽഫി ടോണി ടെന്നീസ് ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ചടങ്ങിൽ ഒല്ലൂർ ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് JM ഡ്യൂട്ടി അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ശാരിക പ്രദീപ്, PJ ജോയ്, ക്ലബ് സെക്രട്ടറി VB ആനന്ദ്, UL ഷാജൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബുകാർക്ക് മാതൃകയാണ്. ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ ഒരു ടെന്നീസ് ബോൾ ടൂർണമെന്റ് എന്നതിലൊക്കെ അപ്പുറം ഇനി നമ്മൾ ഒരു അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ട സമയം ഇപ്പൊ ACL സ്ഥിരം നടക്കുന്നുണ്ട് അവണിശ്ശേരി ക്രിക്കറ്റിലേക്ക്. പക്ഷെ അപ്പൊ അതിന് അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പുതിയ ആളുകളെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ ഒരു മാതൃകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വളരെ സന്തോഷം. ഒരു ക്രിക്കറ്റ് പ്രേമി എന്നുള്ള നിലയിൽ ഈ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നു. ഔപചാരികമായി നെറ്റ്സിന്റെ ഉദ്ഘാടനം നടത്തിയതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. വിജയമാത പള്ളിയിലെ വിജയമാതാവിന്റെയും വിശുദ്ധ ഔസേ പിതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ മെയ് 10, 11, 12 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 2 പള്ളി അങ്കണത്തിൽ വൈകിട്ട് നടക്കുന്ന തിരുനാൾ കൊടിയേറ്റ കർമ്മത്തിന് ഫൊറോന വികാരി ഫാദർ വർഗീസ് കൂത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 9 വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന തിരുനാൾ ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിക്കും. 10 വൈകിട്ട് 4 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷ നടക്കും. തുടർന്ന് വിവിധ യൂണിറ്റുകളിൽ നിന്നുമുള്ള അമ്പു പ്രദക്ഷിണങ്ങൾ നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച 10 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോയ് പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 5 ആരംഭിക്കുന്ന തിരുനാൾ പ്രദക്ഷിണം വിവിധ മേഖലകളിലൂടെ പോയി രാത്രി 7 പള്ളിയിൽ സമാപിക്കും. തുടർന്ന് ഫ്യൂഷൻ കലാപരിപാടികൾ അരങ്ങേറും. തിങ്കളാഴ്ച ഇടവകയിലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുകർമ്മങ്ങളും വൈകിട്ട് സംഗീത വിരുന്നും നടക്കും. ഇടവക വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ, ഡീക്കൻ സാൻഡിയോ എലുവത്തിങ്കൽ, സിംസൺ പുല്ലുപറമ്പിൽ, ഫ്രിജോ പോൾ തട്ടിൽ, റാഫി യു, മനോജ് പാലിയക്കര, വിപിൻ എരിഞ്ഞേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, 2025 മെയ് 10, 11, 12 ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായിട്ട് ചിയാരം വിജയമാത ഇടവക ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഔസേപിതാവിൻ്റെയും പരിശുദ്ധ വിജയമാതാവിൻ്റെയും സംയുക്ത തിരുനാൾ ആഘോഷം കൊണ്ടാടുകയാണ്. ഈ തിരുനാളിൻ്റെ എല്ലാ തിരുക്രമങ്ങളിലേക്കും ചടങ്ങുകളിലേക്കും എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു. എല്ലാവരും പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം, അനുഗ്രഹങ്ങളെ പ്രാർത്ഥിക്കണം. മെയ് 2 തീയതി വെള്ളിയാഴ്ച രാവിലെ 6 മണിയുടെ ജൂബിലിയോടുകൂടി ഒരു കൊറോന പള്ളി വികാരി ബഹുമാനപ്പെട്ട വർഗീസ് കൂത്തൂരച്ചനാണ് തിരുനാൾ കൊടി കയറ്റി നടത്തുക. അതിനുശേഷം 9 ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ജൂബിലിയും ലിലീനും നൊവേനയും തിരുനാളിനനുസരിച്ചുള്ള തിരുക്രമങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. 9 തീയതി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് നമ്മുടെ ഇടവക ദേവാലയത്തിലെ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നമ്മൾ നിർവഹിക്കുന്നതാണ്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃപ്രയാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് 1 സ്ഥാപക ദിനാചരണം ആചരിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും IJU ദേശീയ സമിതി അംഗവുമായ ജോസ് താടിക്കാരൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. മേഖലാ വൈസ് പ്രസിഡന്റ് സജീഷ് MS ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KR മധു, മേഖലാ സെക്രട്ടറി EC അനിൽ, സതീഷ് കല്ലയിൽ, നൌഫൽ AI,
മുരളി TK, സുബ്രൻ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. ഏറ്റവും വലിയ പ്രാദേശിക പത്രപ്രവർത്തകരുടെ സംഘടനയാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. സർക്കാരിൽ നിന്നും പൊരുതി മേടിക്കേണ്ടതും അതുപോലെ തന്നെ നേടിയെടുക്കേണ്ടതുണ്ട്. അത് പതുക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് വന്ന് അത് അംഗീകരിച്ച് ലഭിക്കുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ്. പത്രപ്രവർത്തകർക്ക് കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ്റെ ഇപ്പോഴത്തെ പ്രധാന ദൗത്യം. അതിൻ്റെ ഭാഗമായിട്ട് ഈ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഇന്ന് നടത്തുന്ന എല്ലാ കേരളത്തിലെ മുഴുവൻ പ്രധാന കേന്ദ്രങ്ങളിലും ഇന്ന് പതാക ഉയർത്തൽ ചടങ്ങ് നിർവഹിക്കപ്പെടുകയാണ്. സ്കൂളുകൾ അവധിയാണെങ്കിലും പഠിപ്പിച്ച അധ്യാപികയുടെ വിശേഷങ്ങൾ അറിയാൻ കത്തെഴുതി മാതൃകയായി വിദ്യാർത്ഥികൾ. പാടൂർ കൈതമുക്കിന് സമീപം താമസിക്കുന്ന രായം മരക്കാർ വീട്ടിൽ ഷിഹാസിന്റെ ഭാര്യ സുമയ്യയ്ക്കാണ് താൻ പഠിപ്പിച്ച കുട്ടികളുടെ സ്നേഹവിവരം അന്വേഷിക്കുന്ന കത്തുകൾ ലഭിക്കുന്നത്. മലപ്പുറം കൊണ്ടോട്ടി തറയിട്ടൽ AMLP സ്കൂൾ 1ാം ക്ലാസ് അധ്യാപികയാണ് സുമയ്യ. പഠനകാലത്ത് അധ്യാപികയും വിദ്യാർത്ഥികളും തമ്മിലുള്ള സ്നേഹത്തിന്റെയും മാനസിക അടുപ്പത്തിന്റെയും കരുതലിന്റെയും ഉദാഹരണങ്ങളാണ് വിദ്യാർത്ഥികൾ അവധിക്കാലത്തിരക്കിലും പഠിപ്പിച്ച അധ്യാപികയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കത്തെഴുതാൻ പ്രേരണയായിട്ടുള്ളത്. ഇതിനോടകം 20ഓളം കത്തുകൾ ലഭിച്ചു എന്നും ആ കത്തുകൾക്കുള്ള മറുപടി അതേ മേൽവിലാസത്തിൽ തിരിച്ചയക്കുമ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന സന്തോഷം അത് വേറെ തന്നെയാണെന്നും അധ്യാപിക പറഞ്ഞു. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ പോസ്റ്റ്മാന് കത്ത് കൊണ്ടുവന്നു തരിക, ഞാനൊരു കത്ത് വായിക്കുന്നൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കിട്ടി വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആ ഒരു സന്തോഷവും ആ ഒരു എക്സ്പീരിയൻസും എൻ്റെ മക്കളും അത് ഫീൽ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് തന്നെ ഓരോ കത്തുകൾക്കും ഞാൻ മറുപടി അയക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കുട്ടിയുടെ പേരിൽ ഒരു കത്ത് വരിക, അവരന്വേഷിച്ചൊരു പോസ്റ്റ്മാൻ പോവുക, അവർക്ക് കത്ത് കൊടുത്ത് അവർ വായിക്കുക എന്നൊക്കെ പറയുമ്പം ആ കുട്ടിക്ക് അത് അവരുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഓരോ കത്തുകൾക്കുള്ള മറുപടി ഞാൻ എഴുതുന്നുണ്ട്. ഇനി വരുന്ന കത്തുകൾക്കും ഞാൻ എഴുതും. സ്വന്തം മക്കളെ പോലെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ കരുതലോടെ വിദ്യാർത്ഥികളെ സ്നേഹിച്ചതിന് പ്രതീക്ഷിക്കാതെ അധ്യാപികയെ തേടിയെത്തിയ കത്തുകളിൽ ഏറെ സന്തോഷത്തിലാണ് ഈ അധ്യാപിക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8775 രൂപ, പവന് 70,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കായി വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സൗജന്യ ദശദിന ക്യാമ്പ് ചങ്ങാത്തകളരി സമാപിച്ചു. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെർപ്പ് മേഖലയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് KS ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ കഞ്ചാവുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തു. ചാഴൂർ സ്വദേശി തെക്കേ മഠത്തിൽ വീട്ടിൽ 24 വയസ്സുള്ള സേവ കൃഷ്ണനെയാണ് ചെർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.